നമസ്കാരം. പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും വലിയ നുണയനും കപടനാട്യക്കാരനും മന്ത്രി പി രാജീവാണെങ്കിൽ കാര്യക്ഷമതയില്ലായ്മയിൽ റെക്കോർഡിടുന്നത് മന്ത്രി വീണ ജോർജാണ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ അവസ്ഥ വെറും വാചക കസർത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് വീണ ജോർജിൻ്റെ കാലത്ത്. അഹങ്കാരവും ധാർഷ്ട്യവും കൂടപ്പിറപ്പായി കൊണ്ടു നടക്കുന്ന മന്ത്രി വീണ ജോർജിന് എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണയുമില്ല. നന്നായി പുട്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് ആരോഗ്യവകുപ്പിൽ എന്തെങ്കിലും ചെയ്യാനുള്ള പ്രാപ്തിയോ താല്പര്യമോ വീണ ജോർജിനില്ല. മാധ്യമപ്രവർത്തക എന്ന നിലയിൽ ചോദ്യം ചോദിക്കാൻ എളുപ്പമാണെന്നും മന്ത്രി എന്ന നിലയിൽ പണിയെടുക്കാൻ വിവരവും പ്രായോഗിക ജ്ഞാനവും വേണമെന്നും ഇപ്പോഴെങ്കിലും വീണ ജോർജ് മനസ്സിലാക്കിയാൽ നല്ലത്. ആ വീണ ജോർജിൻ്റെ കാലത്ത് ഇവിടുത്തെ ഡോക്ടർമാർ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ ശേഷം കത്രിക വയറ്റിലിട്ടിട്ട് പോന്നാൽ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. തല എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതനുസരിച്ചാണല്ലോ വാലിൻ്റെ പ്രവർത്തനവും. നോക്കൂ, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് എന്താണ്? ഉഷ ജോസഫ് എന്ന് പറയുന്ന ഒരു വീട്ടമ്മ, അവർ 5 വർഷം മുമ്പ് 2021 ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കത്രിക വയറ്റിൽ വെച്ച് ഡോക്ടർമാർ തുന്നിക്കെട്ടുന്നു. അന്ന് മുതൽ അവർക്ക് അസ്വസ്ഥതയാണ്. ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, മൂത്രം ഒരു തുള്ളി പോയാൽ വേദന കൊണ്ട് പിടയും. അത്ര ദുസ്സഹമായിരുന്നു അവരുടെ ജീവിതം. കരഞ്ഞുകൊണ്ട് അവരത് പറയുന്നുണ്ട്. ഈ വരുന്ന മെയ് 5-ാം തീയതി വരുമ്പോൾ 5 വർഷം എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ വേദന സഹിയൊക്കെ ചെയ്യുമെങ്കിലും ഞാൻ എല്ലാം പോതിച്ച് വെച്ചിട്ട് മോനോട് പറയും, മോൻ എന്നെ എല്ലാ ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി എന്നെ എല്ലാത്തിനും എൻ്റെ മോൻ എൻ്റെ കൂടെയുണ്ട്. ഡോക്ടർമാരെ കാണിക്കുകയും വേദന വരുമ്പോൾ കൊണ്ട് ഇഞ്ചക്ഷൻ അടിക്കുകയും, എന്നാലും ഞാനിപ്പോൾ ഒതുക്കുമായിരുന്നു വേദനയൊക്കെ. വരുമ്പോൾ എല്ലാ ജോലിയൊക്കെ ചെയ്യടിക്കുക എല്ലാം ചെയ്യുമായിരുന്നു ഇവിടെ. ഇപ്പം ചെന്നപ്പം പറഞ്ഞ് മിറ്റം തൂക്കണ്ട, പരയ്ക്കാൻ തുടയ്ക്കണ്ട, തുണി അലക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 5 വർഷമായിട്ട് ചെയ്യുന്ന ജോലിയല്ലേ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. പാവപ്പെട്ട സ്ത്രീയാണ്, സ്വന്തം വീടില്ല, വാടകയ്ക്ക് താമസിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയത്. ഭർത്താവ് കൂലിപ്പണിക്കാരനാണ്. അതുകൊണ്ട് സ്വകാര്യ ആശുപത്രിയിൽ പോയി എക്സ്റേ എടുത്തു നോക്കാനുള്ള ശേഷി അവർക്കുണ്ടായിരുന്നില്ല. പക്ഷെ വേദന മാറുന്നില്ല. 5 വർഷം അവരുടെ ജീവിതം നരകതുല്യമായി. ഒടുവിൽ ഒരൊറ്റ ഡോക്ടർക്ക് മാത്രം തോന്നി എക്സ്റേ എടുത്തു നോക്കാൻ. നോക്കൂ, ഏത് സാധാരണ മനുഷ്യനും ഇത്തരം വേദന വരുമ്പോൾ ആദ്യം ചെയ്യുന്ന എക്സ്റേ എടുത്തു നോക്കാൻ 5 വർഷം വേണ്ടി വന്നു. 100 തവണ അവർ ഈ ആശുപത്രിയിൽ പോയിട്ടുണ്ട്. എക്സ്റേയിൽ കണ്ടെത്തുന്നു ഇവരുടെ വയറ്റിൽ കിടക്കുന്ന കത്രിക. എന്നിട്ട് ഒരു ഉളുപ്പമില്ലാതെ അതിനെ ന്യായീകരിക്കുകയാണ് അന്ന് ചുമതലയിലുണ്ടായിരുന്ന ലളിതാംബിക എന്ന ഡോക്ടർ. അവർ പറയുന്നു അവരല്ല ശസ്ത്രക്രിയ ചെയ്തതെന്ന്. എന്നാൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം ഈ ഡോക്ടർ ലളിതാംബികയാണ് ശസ്ത്രക്രിയ ചെയ്തതെന്നാണ്. ഒരു ഉളുപ്പുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ അവർ പറയുകയാണ് 5 വർഷമല്ല 50 വർഷം വയറ്റിൽ കത്രിക കിടന്നാലും ഒരു കുഴപ്പവുമില്ലെന്ന്. ഇത് കത്രികയല്ല എന്ന് പറഞ്ഞ് ഒരു സാങ്കേതിക നാമം കൂടി അവർ കൊടുക്കുന്നു. സർക്കാർ ആശുപത്രിയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതുകൊണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല എന്നാണ് അവരുടെ ഭാഷ്യം. ഈ ചെയ്ത ഒരാളുടെ തലയിൽ വെക്കുന്നതും കഷ്ടമാണ്. അത് സിസ്റ്റം ഇങ്ങനെയാണ്. ശരിക്കും ഒരു ബോർഡ് വെച്ച് എത്ര ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെന്ന് ഫ്ലോർ നേഴ്സ് എഴുതണം. അങ്ങനെ ഒരു ഫ്ലോർ നേഴ്സ് എന്നൊരു തസ്തിക നമ്മുടെ ഒരു തിയേറ്ററിൽ ഇല്ല, ഗവൺമെൻറ് സെറ്റപ്പിൽ. എൻ്റെ അറിവിലില്ല എന്നാണ്. ഇനിയിപ്പോൾ ഇന്നാളത്തെ കോഴിക്കോട് ഇഷ്യൂ വന്നേ പിന്നെ എല്ലായിടവും വന്ന് കാണും ചിലപ്പോൾ, എനിക്കറിഞ്ഞോളൂ. ഞാനുള്ളപ്പോൾ ഇല്ല. അതുകൊണ്ട് ഈ ഫ്ലോർ നേഴ്സ് എഴുതിയിരുന്നെങ്കിൽ ലാസ്റ്റ് ഡോക്ടർക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സിസ്റ്റർ പറയും, മാഡം ഞാൻ ഇത്ര എണ്ണം എടുത്തിട്ടുണ്ട്, അങ്ങനെ നോക്കും, ഇത്ര എണ്ണം ഉണ്ട്. അപ്പം അവർക്ക് ഒരു ഓർമ്മയിൽ ഒരു പിശക് വന്നു പോയാൽ അത് പിശകാണ്. കഴിയുന്നത്ര നമ്മൾ ഒരു ഇൻസ്ട്രുമെൻ്റ് അകത്തിടത്തില്ല. ഇതെങ്ങനെ ഈ വലിയ ട്യൂമർ ആയതുകൊണ്ട് പിന്നെ എന്തോ 3.5 കിലോ അതുകൊണ്ടാണ് അത് ചെയ്തത്. അല്ലെ കോവിഡ് സമയത്ത് നമ്മൾ അങ്ങനെ ഒരു സർജറി ചെയ്യത്തില്ല. ക്യാൻസർ, ഓവറിയിലെ ക്യാൻസർ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ചെയ്തപ്പോൾ ഫൈബ്രോയിഡ് ആയിരുന്നു. പേഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ കോവിഡ് കാലത്ത് കഷ്ടപ്പെട്ട് ചെയ്തത്. ഇപ്പോൾ ചെയ്തവർക്ക് അത് വരെയായി. പക്ഷേ ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല. വെക്കാമെന്നല്ലേ, തെറ്റാണ്. പക്ഷേ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം, ഇപ്പോൾ വെച്ചതാണെന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇനിയിപ്പോൾ വല്ല കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെൻ്റ് പഴക്കം കണ്ടുപിടിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വരും, അല്ലാതെ അറിയാൻ പറ്റത്തില്ല. ഇവരുടെ ഈ പ്രസ്താവന ആരോഗ്യവകുപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ പ്രതിഫലനമാണ്. മന്ത്രി വീണ ജോർജ് പൊട്ടിത്തെറിച്ചിട്ട് ഒരു കാര്യവുമില്ല. സർക്കാർ ആശുപത്രിയുടെ അവസ്ഥ ഇതാണെന്ന് എല്ലാവർക്കും അറിയാം. ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാത്തതുകൊണ്ട് വാടകയ്ക്കെടുത്താണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ രോഗി തന്നെ വാങ്ങിക്കൊണ്ടുവരണമെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പറഞ്ഞപ്പോൾ അയാൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് അയാളെ പുറത്താക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല, മരുന്നില്ല, സൗകര്യങ്ങളില്ല. ഇതെല്ലാം തകർന്ന് തരിപ്പണമായ ഒരു ആരോഗ്യ വ്യവസ്ഥയാണ്. ഇതിനെല്ലാം പുട്ടിയടിച്ച് വയ്ക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തുന്നു.
ഈ പ്രചരണമാണ് ഇടയ്ക്കിടെ ഇങ്ങനെ പൊളിഞ്ഞു വീഴുന്നത്. ലവലേശം കഴിവില്ലാത്തൊരു മന്ത്രി ആരോഗ്യവകുപ്പ് ഭരിച്ചാൽ എന്തു സംഭവിക്കും എന്നതിൻ്റെ തുടർച്ചയായ അനേകം ഉദാഹരണങ്ങളിൽ ഒന്നാണിത്. അകാരണമായി നിപ്പയാണ്, പക്ഷിപ്പനിയാണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടനാട്ടെ പാവപ്പെട്ട കർഷകരുടെ താറാവിനെ കൊന്നുതള്ളി ഏതോ മാഫിയയെ സഹായിക്കുന്നതിനപ്പുറത്തേക്ക് എന്താണ് ഈ ആരോഗ്യവകുപ്പ് ചെയ്യുന്നത് എന്ന് പോലും കണ്ടറിയേണ്ടതുണ്ട്. ഇതാദ്യമല്ല എന്നോർക്കണം. 2017 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ഹർഷീന എന്ന വീട്ടമ്മയുടെ വയറ്റിൽ നിന്നും 4 വർഷത്തിന് ശേഷം 2021 കത്രിക കണ്ടെത്തിയ വിവാദം ഇതുവരെ അവസാനിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ ഒരു ഡോക്ടറുടെയും നേഴ്സിൻ്റെയും പേരിൽ കേസെടുത്തു. എന്നിട്ട് ആ കേസ് മുമ്പോട്ട് പോവാതിരിക്കാൻ സർക്കാർ ഒത്താശ ചെയ്തു കൊടുത്തു. അവർ സമരം നടത്തിയപ്പോൾ പന്തലിലെത്തി കെട്ടിപ്പിടിച്ച് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിയെ പിന്നെ കണ്ടിട്ടില്ല. ഇങ്ങനെ അറിയാതെ എത്രയോ മനുഷ്യരുടെ വയറ്റിൽ കത്രികകൾ കാണും, മറ്റ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കാണും. ആർക്കും ശസ്ത്രക്രിയ ചെയ്യാൻ ഇടയില്ല, ഉപകരണങ്ങളില്ല, മരുന്നില്ല, ചികിത്സയില്ല. എല്ലാവരും നരകിച്ചു മരിക്കുന്നു. അതിനിടയിലാണ് ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർമാർ അവരുടെ കത്രിക രോഗിയുടെ വയറ്റിൽ തന്നെ ഉപേക്ഷിച്ചു പോകുന്ന പതിവുണ്ടാകുന്നത്. ഇതിനൊക്കെതിരെ ആര് നടപടിയെടുക്കും? എന്തു നടപടിയെടുക്കും? ഇതേക്കുറിച്ച് അന്വേഷണം ഉണ്ടാകുമ്പോൾ വെള്ളപൂശാനും സംരക്ഷിക്കാനുമായിരിക്കും IMAയുടെ നേതൃത്വത്തിൽ ഡോക്ടർ സംഘം രംഗത്ത് വരുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ 100 കണക്കിന് മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുന്നു അനാവശ്യമായി. അതിനെതിരെ വാർത്ത കൊടുക്കാൻ പോലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ധൈര്യമില്ല. സർക്കാർ ആശുപത്രിയിലായതുകൊണ്ട് മാത്രമാണ് ഈ വാർത്തയെങ്കിലും വരുന്നത്. ഞങ്ങളെപ്പോലുള്ളവർ വാർത്ത കൊടുത്താൽ അപ്പോൾ തന്നെ ഞങ്ങൾക്കെതിരെ കേസാണ്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന പേരിൽ ഒരു നിയമം കൊണ്ടുവന്ന് ഈ ആശുപത്രികളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനോടും ഇവർ സഹകരിക്കുന്നില്ല. ഒരു വശത്ത് പഞ്ചനക്ഷത്ര ആശുപത്രികൾ കൊള്ള സങ്കേതങ്ങളും പിടിച്ചുപറി കേന്ദ്രങ്ങളുമായി മാറുന്നു. മറുവശത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ രോഗിയുടെ വയറ്റിൽ കത്രിക വെച്ച് തുന്നിക്കെട്ടുന്ന ഡോക്ടർമാരും നേഴ്സുമാരുമുള്ള സ്ഥാപനമായി സർക്കാർ ആശുപത്രി സംവിധാനം മാറുന്നു. ഇതിനിടയിൽ ആരോഗ്യ കേരളം, സുന്ദര കേരളം എന്ന തള്ളുപാട്ടുമായി ചില രംഗത്ത് വരും. ഇതൊക്കെ സഹിച്ചു വേണം ഇവർക്കിടയിൽ നമ്മൾ ജീവിച്ചു പോവാൻ.